ഇപ്പോൾ നിങ്ങൾ പൊതുവെ ഐഫോൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് കാണാൻ പറ്റും. അതായത് ഓരോരോ ആപ്പുകളിൽ എത്ര നോട്ടിഫിക്കേഷൻ ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം മെയിലിൽ 551 കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴത്ത് എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഏതൊക്കെ ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് ആണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ആപ്പുകൾ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിലിൽ കുറേ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ മെയിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ബാഡ്ജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഓഫ് ആക്കുക. അത് ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെ അവിടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാഡ്ജ് കാണുന്നില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് ഒറ്റയടിക്ക് ഓഫ് ആക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ബാഡ്ജസ് ഓഫ് ആക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബാഡ്ജസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കുക. പിന്നെ ഈ ഒരു ഹോം സ്ക്രീനിന്റെ ഇപ്പുറത്ത് നമുക്ക് ഒന്നും കൂടി റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്പ് ലൈബ്രറി കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ആപ്പ് ലൈബ്രറിയിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സിലോട്ട് തന്നെ വരിക. സെറ്റിംഗ്സിലോട്ട് വന്നാൽ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഷോ ഇൻ ആപ്പ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് ലൈബ്രറിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് കാണാൻ പറ്റും. അത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓഫാക്കി കൊടുത്താൽ മതി. ഓഫാക്കിയതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് ലൈബ്രറിയിൽ ഒരു നോട്ടിഫിക്കേഷൻ ബാഡ്ജസും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.